1997 ഡിസംബർ 6 ഉച്ചതിരിഞ്ഞ് യൂറി ഡ്രാഷ് എന്നയാൾ തന്റെ റൈഫിളും എടുത്ത് കിഴക്കൻ റഷ്യയിലെ വനത്തിലൂടെ നിശബ്ദമായി നടക്കുകയായിരുന്നു. അയാള് മറ്റ് ആയുധധാരികളായ 3 പുരുഷന്മാരും അവന്റെ ഒരു നായയും മഞ്ഞിലൂടെയുള്ള ഒരു പാത പിന്തുടർന്ന് നടക്കുകയായിരുന്നു. ഈ കാടുകളിൽ ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നതിനാൽ അവർ അതീവ ജാഗ്രതയിലായിരുന്നു. കുറച്ചു നേരം നടന്നപ്പോൾ യൂറിയും കൂട്ടരും ഒരു തുറസായ സ്ഥലത്തിന് മുന്നിലായി ഒരു ചെറിയ ക്യാബിൻ കണ്ടു. ഈ ക്യാബിൻ അടുത്തിടെ കാണാതായ ഒരു വേട്ടക്കാരനായ വ്ലാഡിമിർ മാർക്കോ എന്ന വ്യക്തിയുടേതാണെന്ന് അവർക്ക് അറിയാമായി. അതുകൊണ്ടാണ് യൂറിയും സംഘവും ഇവിടെ എത്തിയത്. അവർ വ്ലാഡിമിറിനെ തിരയുകയായിരുന്നു. 47-കാരനായ യൂറി ഒരു വലിയ വെയ്റ്റ് ലിഫ്റ്ററും സൈനികനുമായിരുന്നു. കൂടാതെ അയാൾ പരിചയസമ്പന്നനായ ഒരു വേട്ടക്കാരനുമായിരുന്നു. വ്ലാഡിമിറിന്റെ ക്യാബിനടുത്ത് എത്തുമ്പോൾ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് യൂറിക്ക് വ്യക്തമായി. കാരണം ഫർണിച്ചറുകൾ തകർന്ന് കഷ്ണങ്ങളായി ചുറ്റുമായി കിടക്കുന്നുണ്ടായിരുന്നു. പുറത്ത് തകർന്ന ഒരു സെറാമിക് സിങ്ക് കാണപ്പെട്ടു. കഷ്ണങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. സാരമായ കേടുപാടുകൾ സംഭവിച്ച ഒരു കൂട്ടം തേനീച്ചക്കൂടും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഈ ക്യാബിന് പുറത്തുള്ള പ്രദേശം മുഴുവൻ രക്തമായിരുന്നു. യൂറിയും കൂടെ വന്നവരും ഭയന്നു തുടങ്ങി. മഞ്ഞിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന രക്തത്തിൽ ചവിട്ടാതെ അവർ നടന്ന് ക്യാബിന്റെ മുൻവാതിലിനടുത്തേക്ക് എത്തി. അവിടെ മുൻവാതിലിനും മാന്തിയ പോലെയുള്ള വലിയ രക്തത്തിന്റെ ഒരു വരയുണ്ടായിരുന്നു. കൂടുതൽ മുന്നോട്ട് പോകാൻ യൂറി ഭയപ്പെട്ടിരുന്നുവെങ്കിലും ഇൻചാർജ് ആയതിനാൽ ഒരുപക്ഷെ വ്ലാഡിമിർ അവിടെയുണ്ടോ എന്നറിയാൻ അയാൾക്ക് ആ ക്യാബിന്റെ അടുത്തേക്ക് പോയേ പറ്റുമായിരുന്നു. അങ്ങനെ അയാൾ ക്യാബിന്റെ മുൻവാതിലേക്ക് കയറി. അവന്റെ പിന്നിലായി പോർച്ചിൽ ജോലിക്കാരുമുണ്ടായിരുന്നു. അവൻ തന്റെ റൈഫിൾ ഉപയോഗിച്ച് വാതിൽ അകത്തേക്ക് തള്ളി. ഉള്ളിൽ വെളിച്ചമില്ലാത്തത് കാരണം യൂറി ക്യാബിനുള്ളിൽ ഒന്നും കണ്ടില്ല. എന്തായാലും വ്ലാഡിമിർ അവിടെ ഇല്ലെന്ന് അയാൾ മനസ്സിലാക്കി. ചുറ്റും നോക്കിയപ്പോൾ ക്യാബിനിലെ എല്ലാ ഭിത്തികളിലും ആഴത്തിലുള്ള പോറലുകളുള്ളതായി അയാൾ ശ്രദ്ധിച്ചു. കൂടുതൽ തകർന്ന ഫർണിച്ചറുകളും ധാരാളം രക്തവും അവിടെ നിലത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ വ്ലാഡിമിറിന് വല്ലാതെ മുറിവേറ്റിരിക്കാം. അവൻ ഇവിടെ ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് യൂറിക്ക് തോന്നി. അങ്ങനെ യൂറി തിരിഞ്ഞ് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അയാൾ കൂടെയുള്ളവർക്കൊപ്പം മഞ്ഞിലേക്ക് ചുവടുവെക്കുമ്പോൾ പെട്ടെന്നെന്തോ സംഭവിച്ചു. യൂറിയുടെ നായ അനിയന്ത്രിതമായി കരയുകയും വട്ടത്തിൽ ഓടുകയും ചെയ്തു. രണ്ടാമതായി സമീപത്തുള്ള മരങ്ങളിലെല്ലാം കാക്കകൾ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആകാശത്തേക്ക് പറന്ന് അപ്രത്യക്ഷമായി. മൂന്നാമത്തെ കാര്യം അവിശ്വസനീയമാമിതം ഉച്ചത്തിലുള്ള മുരളുന്ന ഒരു ശബ്ദമായിരുന്നു. അത് വളരെ ദൂരെ എവിടെയോ നിന്ന് വരുന്നതായിരുന്നു. ഇതൊരു പ്രതികാരത്തിന്റെ കഥയാണ്. മനുഷ്യരുടെ പ്രതികാരങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. മൃഗങ്ങളുടെ പ്രതികാരങ്ങളെക്കുറിച്ചുള്ള കഥകൾ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. എന്നാൽ തൻ്റെ ടെറിട്ടറി കീഴടക്കുന്ന, തൻ്റെ ഭക്ഷണം തട്ടിക്കൊണ്ടു പോകുന്നവരെ കാത്തിരുന്ന് പിന്തുടർന്ന് പ്രതികാരം ചെയ്യുന്ന ഒരു മൃഗത്തിന്റെ കഥയാണ്. അപ്പോൾ മിഡ് നൈറ്റ് ഓട്ടോപ്സീസിന്റെ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നും വേട്ടയിലായിരുന്നു വ്ലാഡിമിർ. എന്നാൽ ആഗ്രഹിച്ചതുപോലെ അയാൾക്ക് അന്നൊന്നും കിട്ടിയില്ല. നിരാശനായ വ്ലാഡിമിറും 3 നായ്ക്കളും തിരിഞ്ഞ് കാടിന്റെ നടുക്കുള്ള അവരുടെ ചെറിയ ക്യാബിനിലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. വ്ലാദിമിർ തന്റെ ഭാര്യയിൽ നിന്നകന്ന, കുടുംബത്തിൽ നിന്ന് അകലെ കാട്ടിലെ ഈ ക്യാബിനിലാണ് താമസിച്ചിരുന്നത്. എന്തെങ്കിലും മൃഗത്തെ വേട്ടയാടാനും കുറച്ച് മാംസം തിരികെ ക്യാബിനിൽ കൊണ്ടുവരാനും അയാൾ ശ്രമിച്ചു. എന്നാൽ ഇതുവരെ ഒരു മൃഗത്തെയും കിട്ടിയില്ല. തിരിച്ചുള്ള വഴിയിൽ വ്ലാദിമിറിന്റെ മുന്നിലേക്ക് ഒരു ദൃശ്യം വന്നു. കാടിന് നടുവിൽ വലുതായി തളം കിട്ടിയ രക്തത്തിൽ ഒരു ചത്ത പന്നി. അവന് അത്യാനന്ദം തോന്നി. നിരാശയിൽ ആയി പോകുമായിരുന്ന ഇന്നത്തെ ദിവസത്തിന് ഒരു അർത്ഥം കിട്ടിയിരിക്കുന്നു. പന്നിയുടെ ശരീരത്തിൽ നിന്ന് നീരാവി പൊങ്ങുന്നുണ്ടായിരുന്നു. അതിനർത്ഥം പന്നി ചത്തിട്ട് അധികം സമയമായില്ല എന്നതാണ്. ഈ മൃഗത്തെ കൊന്നത് എന്തു തന്നെ ആയാലും അത് സമീപത്ത് തന്നെ ഉണ്ടാകുമെന്ന് കരുതി വ്ലാഡിമിർ തന്റെ റൈഫിൾ ഉയർത്തി. പക്ഷേ ഒന്നും കാണാതെ വന്നപ്പോൾ അവൻ തന്റെ നായ്ക്കളെയും കൂട്ടി ശവത്തിന്റെ അടുത്തേക്ക് പോയി. അവൻ ഒരു കൈക്കോടാലി എടുത്ത് ഈ പന്നിയുടെ ഊരയിൽ നിന്ന് 2 വലിയ കഷ്ണം മാംസം മുറിച്ചു മാറ്റി. മറ്റൊരു വേട്ടക്കാരന്റെ കൊലപാതകം മോഷ്ടിക്കുന്നത് തികച്ചും മോശമായ അവസ്ഥയാണെന്ന് വ്ലാദിമിറിന് നന്നായി അറിയാമായിരുന്നു. ഒരു വേട്ടക്കാരൻ പന്നിയെ കൊന്നതാണോ അതോ മറ്റൊരു മൃഗം പന്നിയെ കൊന്നതാണോ എന്ന് അവന് അറിയില്ലെങ്കിലും താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അയാൾക്ക് വിഷമം തോന്നി. എന്തായിരുന്നാലും വ്ലാദിമിർ ആശ്വസിച്ചു.
ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുന്നതിലും ഭേദമാണല്ലോ. വ്ളാദിമിർ ഈ മാംസം പൊതിഞ്ഞ് തന്റെ ബാഗിൽ ഇട്ട ശേഷം അവനും അവന്റെ 3 നായ്ക്കളും കുറച്ച് മൈലുകൾ അകലെയുള്ള ക്യാബിനിലേക്ക് തിരികെ നടന്നു. പക്ഷെ അവനും പട്ടികളും അവിടെ എത്തിയപ്പോൾ പുറത്ത് നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ വ്ളാദിമിർ രാത്രിയിൽ കാടിനെ ഭയപ്പെട്ടില്ല. പക്ഷേ രാത്രിയിൽ ഇവിടെ വേട്ടക്കാരൻ ഉണ്ടെന്ന് അവന് അറിയാമായിരുന്നു. അങ്ങനെ അവൻ തന്റെ ക്യാബിന് പുറത്തുള്ള ചെറിയ ഷെഡിലേക്ക് ഓടി. പന്നിയിറച്ചി ഉള്ളിലിട്ടു, വാതിലടച്ചു പൂട്ടി. എന്നിട്ട് രാത്രി തന്റെ ക്യാബിനിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ ക്യാബിനിലേക്ക് 2 ചുവടുകൾ വെച്ചപ്പോൾ തന്റെ 3 നായ്ക്കൾ തന്റെ പിന്തുടരുന്നില്ലെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ 3 നായ്ക്കളും താൻ മാംസം വെച്ച ഷെഡിനപ്പുറം പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടെന്ന് അവൻ കണ്ടു. അവ ഇരുണ്ട വനത്തിലേക്ക് നോക്കുകയായിരുന്നു. ഇപ്പോൾ ഓർക്കുക, അവൻ ഇവിടെ കാടിന് നടുവിൽ ഒറ്റയ്ക്കാണ്. രാത്രിയാണ്, ഒന്നും കാണാൻ വയ്യാത്ത അത്ര ഇരുട്ടാണ് ചുറ്റിലും. വ്ളാഡിമിർ തന്റെ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് നായ്ക്കൾ എന്തോ കണ്ടതുപോലെ നോക്കുന്ന ദിശയിലേക്ക് തെളിച്ചു. ഇരുണ്ട മരങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പരിഭ്രാന്തനാകാതിരിക്കാൻ വ്ളാഡിമിർ പരമാവധി ശ്രമിച്ചു. പക്ഷേ സമീപത്ത് എന്തോ ഒന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അവന്റെ നായ്ക്കൾ വല്ലാതെ എന്തിൻ്റെയോ മണം പിടിക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ക്യാബിനുള്ളിൽ കയറി വാതിലടച്ച് ലോക്ക് ചെയ്യണമെന്ന് അവന് തോന്നി. നായ്ക്കളെ തന്റെ അടുത്തേക്ക് വിളിക്കുന്നതിനിടയിൽ 2 നായ്ക്കൾ പിന്തുടർന്നു. എന്നാൽ 3ാമതൊരു നായ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. മറ്റു നായ്ക്കൾ നോക്കുന്ന ദിശയിലേക്ക് നോക്കി മുരളാൻ തുടങ്ങി. എന്നാൽ ഒടുവിൽ ഈ നായ കാട്ടിലേക്ക് ഓടി. നായ്ക്കളെ സ്നേഹിച്ചിരുന്ന വ്ളാഡിമിർ ഈ നായ തിരിച്ചു വരാനായി അലറി നിലവിളിച്ചു. പക്ഷേ നായ വന്നില്ല. വ്ളാഡിമിർ തന്റെ ക്യാബിൻ ഡോറിന് മുന്നിൽ തന്റെ 2 നായ്ക്കളുമായി അവിടെ നിന്നു. ഈ 3ാമത്തെ നായയുടെ കുരശബ്ദം കാടിനുള്ളിലേക്ക് ദൂരേക്ക് നീങ്ങുന്നത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് വ്ളാഡിമിർ തന്റെ നായ പേടിച്ച് മോങ്ങുന്ന പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. പിന്നെ അവന്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും ഉച്ചത്തിലുള്ള മുരൾച്ചയോടെ കാട് പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. പിന്നെ നിശബ്ദത നിറഞ്ഞു. വ്ളാഡിമിർ ഭയന്നു വിറച്ചു. അവൻ മറ്റ് 2 നായ്ക്കളെ പിടിച്ച് തന്റെ ക്യാബിനുള്ളിലേക്ക് വേഗത്തിൽ കയറി വാതിലടച്ച് ബ്ലോക്ക് ചെയ്തു. വ്ളാദിമിർ തന്റെ 3 നായ്ക്കളെ ഗാഠമായി സ്നേഹിച്ചിരുന്നു. അവ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവൻ ആ നായയെ പോയി രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ആ മുറവിളി എത്രമാത്രം ഉച്ചത്തിലാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുള്ളത് എന്തു തന്നെയായാലും അത് തന്നെ കൊല്ലുമെന്ന് ഉറപ്പായിരുന്നു. പുറത്തേക്ക് പോവുകയെന്നത് ആത്മഹത്യാപരമായി. അതിനാൽ 2 നായ്ക്കൾക്കൊപ്പം തന്നെ ക്യാബിനിൽ തുടരാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കൂടാതെ തന്റെ 3ാമത്തെ നായ പുറത്തുള്ളതിനെ എങ്ങനെയെങ്കിലും വകവരുത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്തു. തന്റെ ക്യാബിനിൽ 2 മിനിറ്റ് നേരം ഇരുന്ന് വ്ളാഡിമിർ മറ്റു 2 നായ്ക്കളെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ക്യാബിന് പുറത്ത് കാടുകൾ പിളർന്ന് ഒടിഞ്ഞു വീഴുന്നത് പോലെയുള്ള ശബ്ദം അയാൾ കേട്ടു. വ്ളാഡിമിറിന്റെ ക്യാബിൻ ജനാലകളില്ലായിരുന്നു. എന്നിരുന്നാലും ക്യാബിനിൽ ഓരോ ഭിത്തിയിലും വളരെ ചെറിയ 2 ദ്വാരങ്ങൾ അദ്ദേഹം തുറന്നിരുന്നു. അതിനാൽ അയാൾക്ക് പുറത്തേക്ക് നോക്കാനും അവയെ വേട്ടയാടാനുള്ള മറവുകളായി ഉപയോഗിക്കാനും കഴിയുമായിരുന്നു. വ്ളാഡിമിർ തന്റെ ക്യാബിന്റെ മുൻവശത്തുള്ള ദ്വാരത്തിലൂടെ തന്റെ ഷെഡ് എവിടെയാണെന്നും ഈ മരം മുറിയുന്ന ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നും അറിയാനായി പുറത്തേക്ക് നോക്കി. എന്നാൽ അർദ്ധരാത്രി ആയതിനാലും പുറത്ത് വെളിച്ചമൊന്നുമില്ലാത്തതിനാലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ പന്നിയിറച്ചി കിടക്കുന്ന ഷെഡിന്റെ ദിശയിലേക്ക് അയാൾ ഏകദേശം നോക്കിയപ്പോൾ ഇരുട്ടിൽ പോലും ഒരു കൂറ്റൻ നിഴൽ രൂപം ശരിക്കും അക്രമാസക്തമായി നീങ്ങുന്നത് കണ്ടു. അതിന്റെ ശരീരം വ്യത്യസ്ത ദിശയിലേക്ക് ഇളകുന്നത് പോലെ അയാൾക്ക് വ്യക്തമായി അത് കാണാൻ കഴിഞ്ഞു. ഈ ജീവി എന്തായാലും ഒരുപക്ഷെ അകത്ത് കയറി പന്നിയിറച്ചി എടുക്കാൻ വേണ്ടി അത് തന്റെ ഷെഡ് മുഴുവൻ തകർക്കുകയും ചെയ്യുമെന്ന് വ്ളാഡിമിറിന് ഉറപ്പായിരുന്നു. ഈ ജീവി എന്തായാലും താൻ മോഷ്ടിച്ച പന്നിയെ കൊന്ന ജീവി ആയിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ ഈ ജീവി അതിന്റെ മാംസം വീണ്ടെടുക്കാൻ തിരിച്ചെത്തിയതാണെന്നും വ്ളാഡിമിറിന് മനസ്സിലായി. ഈ ജീവി എന്തായാലും പന്നിയിറച്ചി തിരികെ കിട്ടിയാൽ തിരികെ പോകുമെന്നും തന്റെ പിന്നാലെ വരില്ലെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ ഷെഡ് പൂർണ്ണമായും നശിപ്പിച്ചതിനു ശേഷവും പന്നിയിറച്ചി കിട്ടിയ ശേഷവും ജീവി വിട്ടുപോയില്ല. അത് വെറുതെ ഇരുന്ന് വ്ളാഡിമിറിന്റെ ക്യാബിന്റെ ദിശയിലേക്ക് നോക്കി. അതേസമയം മണിക്കൂറുകളോളം വ്ളാഡിമിർ ദ്വാരത്തിലൂടെ നിശബ്ദമായി ഇരുന്നു ഈ നിഴൽ രൂപത്തെ തുറിച്ചു നോക്കുന്നത് തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വ്ളാഡിമിർ തളർന്നു. പക്ഷേ ജീവി പോയിരുന്നില്ല. സമയം അർദ്ധരാത്രി കഴിഞ്ഞു. അങ്ങനെ എപ്പോഴോ വ്ളാഡിമിറും അവന്റെ 2 നായ്ക്കളും മയങ്ങിപ്പോയി. 2-3 മണിക്കൂറുകൾക്ക് ശേഷം ഉണർന്നപ്പോൾ
പുറത്ത് അപ്പോഴും ഇരുട്ടായിരുന്നു. വ്ളാഡിമിർ വീണ്ടും ദ്വാരത്തിലൂടെ നോക്കിയപ്പോൾ ആ ജീവി യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമായതായി അദ്ദേഹത്തിന് തോന്നി. ഒരു നിമിഷത്തേക്ക് വ്ളാഡിമിറിന് ആശ്വാസം തോന്നി. ജീവി പോയെന്നും താനിപ്പോൾ സുരക്ഷിതനാണെന്നും അവൻ ചിന്തിച്ചു. എന്നാൽ തന്റെ ക്യാബിന്റെ ചുമരുകളിൽ തുറന്ന മറ്റു ദ്വാരങ്ങളിൽ അടുത്തേക്ക് പോയി 4 ദിശയിലേക്കും നോക്കാനും ഈ ജീവി ശരിക്കും പോയോ എന്ന് ഉറപ്പാക്കാനും അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ എഴുന്നേറ്റ് ഒരു വശത്തേക്ക് നടന്ന് ആ ദ്വാരത്തിലൂടെ നോക്കി. അവൻ കണ്ടത് ഇരുണ്ട കാടാണ്. അവിടെ ഒന്നുമില്ലായിരുന്നു. അയാൾ ക്യാബിന്റെ മറുവശത്തുള്ള ദ്വാരങ്ങളിൽ ഒന്നിലേക്ക് നടന്നു. അവൻ പുറത്തേക്ക് നോക്കി. ഇല്ല, വീണ്ടും ഇരുണ്ട വനമല്ലാതെ ഒരു ജീവി പോലും അവിടെ എങ്ങുമില്ല. പിന്നെ അവൻ തന്റെ ക്യാബിന്റെ പുറകിലേക്ക് പോയി ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കി. ഇത്തവണയും അവൻ വീണ്ടും കണ്ടത് ഇരുണ്ട കാട് മാത്രം. എന്നാൽ പെട്ടെന്ന് അവൻ നോക്കുന്ന ഭിത്തിയിൽ എന്തോ തട്ടി വ്ളാഡിമിർ ദ്വാരത്തിലൂടെ നോക്കുമ്പോൾ ഭീമാകാരമായ മഞ്ഞക്കണ്ണ്. പെട്ടെന്ന് താഴേക്ക് അത് താണ് ദ്വാരത്തിലൂടെ തൻ്റെ നേരെ തിരിഞ്ഞു നോക്കുന്നതായി കണ്ടു. അത് ഷെഡിനുള്ളിൽ കയറിയ ജീവിയായിരുന്നു. ദ്വാരത്തിലൂടെ വ്ളാഡിമിറിനെ പെട്ടെന്ന് നോക്കിയ ശേഷം അത് അല്പം പിന്നോട്ട് പോയി. അതിൻ്റെ മുഖം മുഴുവൻ വ്ളാഡിമിറിനെ തുറന്നു കാട്ടി. തൊട്ടടുത്ത് കണ്ട കാഴ്ചയിൽ വ്ളാഡിമിർ ഭയന്ന് സ്തംഭിച്ചുപോയി. അയാൾക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. രക്തത്തിൽ പൊതിഞ്ഞ രോമങ്ങൾ, വലിയ മുഖം, അത് അവൻ കണ്ടു. അതിന് ഭീമകാരമായ പല്ലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വായ തുറന്നിരിക്കുകയായിരുന്നു. അത് അവൻ്റെ മേൽ ചാടി അവനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് പോലെ അവനെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഈ ജീവി ദ്വാരത്തിലേക്ക് ആഞ്ഞടിച്ച് ക്യാബിന്റെ വശത്ത് നിന്ന് പലക കഷ്ണങ്ങൾ തെറിപ്പിക്കുകയും ചെയ്തു. വ്ളാഡിമിർ തന്റെ റൈഫിൾ എടുത്ത് ദ്വാരത്തിലൂടെ ഈ ജീവിയുടെ മുഖത്തിന് നേർക്ക് ഒരു വെടിയുതിർത്തു. ജീവി മോങ്ങിക്കൊണ്ട് തിരിഞ്ഞ് ഓടിപ്പോയി. വ്ളാഡിമിർ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു. തന്റെ ക്യാബിന് ചുറ്റുമുള്ള ഓരോ ദ്വാരങ്ങളിലൂടെയും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഈ ജീവി ഉടൻ തിരിച്ചെത്തി അവനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഒടുവിൽ സൂര്യൻ ഉദിച്ചു. ജീവി തിരികെ വന്നില്ല. അതിനാൽ സുരക്ഷിതനാണെന്ന് കരുതിയ വ്ളാഡിമിർ പുറത്തുപോയി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. വ്ളാഡിമിർ തന്റെ നായ്ക്കളെ പിടിച്ചുകൊണ്ട് വാതിൽക്കിലേക്ക് ചെന്നു. അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി. അവൻ ഒന്നും കണ്ടില്ല. ഒരു മുൻകരുതൽ എന്ന നിലയിൽ സമീപത്തുള്ള ഏതെങ്കിലും മൃഗങ്ങളെ ഭയപ്പെടുത്താൻ അവൻ തന്റെ റൈഫിൾ ഉയർത്തി വായുവിലേക്ക് വെടിയുതിർത്തു. ജീവി അവിടെ ഇല്ലായിരുന്നു. അവൻ മഞ്ഞുപാളികളിലേക്ക് ഇറങ്ങി. അവനെ ആക്രമിക്കാൻ ശ്രമിച്ച നിഴൽ ജീവിയിൽ നിന്നുള്ള മാരകമായ കാലടയാളങ്ങൾ അവൻ മഞ്ഞിൽ കണ്ടു. എന്നാൽ ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ വ്ളാഡിമിറിന് ഈ അടയാളങ്ങൾ അടുത്തു നോക്കാൻ പറ്റി. അത് എന്താണെന്ന് അവന് മനസ്സിലാക്കി. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് സൈബീരിയൻ കടുവയായിരുന്നു. വലിയൊരു സൈബീരിയൻ കടുവ. ഈ കണ്ടെത്തലിന്റെ ഏറ്റവും ഭയാനകമായ ഭാഗം അതായിരുന്നില്ല. ഈ അടയാളങ്ങൾ ക്യാബിന് ചുറ്റും വീണ്ടും വട്ടമിട്ട് നടന്നതായി വ്ളാഡിമിർ മനസ്സിലാക്കി. അതായത് കഴിഞ്ഞ ദിവസം രാത്രി വ്ളാഡിമിർ ഉറങ്ങിയതിനു ശേഷം ഈ കടുവ വീണ്ടും അടിസ്ഥാനപരമായി അവനെയും അവന്റെ 2 നായ്ക്കളെയും പതിയിരുന്ന് നിരീക്ഷിച്ചിരുന്നു. അവനും നായ്ക്കളും ക്യാബിനിൽ ഉണ്ടെന്ന് മൃഗം അറിഞ്ഞിരിക്കണം. അപ്പോൾ എപ്പോഴെങ്കിലും കടുവ അകത്തുനിന്ന് ആ ചെറിയ ദ്വാരത്തിനുള്ളിലൂടെ നോക്കുന്ന വ്ളാഡിമിറിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ സൈബീരിയൻ കടുവയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വ്ളാഡിമിർ സ്വയം ചിന്തിച്ചു. സൈബീരിയൻ കടുവകൾ മനുഷ്യർക്ക് അപകടകരമാണെങ്കിലും ആളുകളെ അത് പൊതുവെ വേട്ടയാടാറില്ല. എന്നാൽ ഈ അടയാളങ്ങളെ അടിസ്ഥാനമാക്കി പൊതുവെ വ്ളാഡിമിർ തലേ ദിവസം കണ്ടതിനെ അടിസ്ഥാനമാക്കി ഈ സൈബീരിയൻ കടുവ തന്നെ പിന്തുടരുന്നതായി വ്ളാഡിമിറിന് തോന്നി. എന്നാൽ വ്ളാഡിമിർ ഈ ഘട്ടത്തിൽ ആകെ ഭയന്നു പോയെങ്കിലും ഈ സമയത്ത് അവന്റെ മനസ്സിലൂടെ ശരിക്കും കടന്നുപോയ ഒരേ ഒരു ചിന്ത പുറത്തേക്ക് പോയി തന്റെ കാണാതായ 3ാമത്തെ നായയെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. തന്റെ നായ ഇപ്പോഴും ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അവൻ അറിയാമായിരുന്നു. എന്നിരുന്നാലും തനിക്ക് ബാക്കപ്പ് ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വ്ളാഡിമിർ തന്റെ 2 നായ്ക്കളെ ചെയിനുകളിൽ ബന്ധിച്ച് കയ്യിൽ പിടിച്ച് അവർ തന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അയൽവാസിയുടെ ക്യാബിനിലേക്ക് 4 മൈൽ ഓടാൻ വ്ളാഡിമിറിനും നായ്ക്കൾക്കും ഏകദേശം 1 മണിക്കൂർ വേണ്ടി വന്നു. അവൻ അവിടെ എത്തി വാതിലിൽ മുട്ടിയപ്പോൾ അവന്റെ അയൽക്കാരനായ ഇവാൻ വാതിൽ തുറന്നു. വ്ളാഡിമിർ ചാടി അകത്തേക്ക് കയറി. ഇവാൻ വാതിലടച്ച് വ്ളാഡിമിറിനെ നോക്കി. തുടർന്ന് കഴിഞ്ഞ 12 മുതൽ 24 മണിക്കൂർ വരെ നടന്ന കാര്യങ്ങളെല്ലാം വ്ളാഡിമിർ ഇവാനോട് പറഞ്ഞു. കഥ പറഞ്ഞ് അവസാനിപ്പിച്ച വ്ളാഡിമിർ ഇവാനോട് ചോദിച്ചു, "എന്റെ നായയെ കണ്ടെത്താൻ നിങ്ങൾ എന്നോടൊപ്പം വരുമോ?" ഇവാൻ ഭയന്നു.
വ്ലാഡിമിറിനെ അയാൾ തുറിച്ചു നോക്കി. ഇല്ല, ഞാൻ വരില്ല. ഇതായിരുന്നു ഇവാന്റെ മറുപടി. വ്ലാഡിമിറിനെ കടുവ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും ഇന്ന് അവനുള്ള ഒരേ ഒരു പ്രതീക്ഷ ഈ കടുവയിൽ നിന്ന് കഴിയാവുന്നിടത്തോളം അകന്നു നിൽക്കുകയാണെന്നും ഇവാൻ പറഞ്ഞു. കാരണം ആ കടുവ കാര്യങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കാൻ പോകുന്നില്ലെന്നും അത് നിങ്ങളെ പിന്തുടരാൻ പോവുകയാണെന്നും ഒടുവിൽ നിന്നെ കൊല്ലുമെന്നും ഇവാൻ സൂചിപ്പിച്ചു. വ്ലാഡിമിർ പൂർണ്ണമായും നിരാശനായി. പക്ഷേ ഇവാനെ തന്നോടൊപ്പം പോരാൻ നിർബന്ധിക്കാനും ആയില്ല. ഓക്കെ ഇവാൻ, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് വ്ലാഡിമിർ ഇവാന്റെ ക്യാബിൻ വിട്ട് പുറത്തേക്കിറങ്ങി. മഞ്ഞിൽ തിരിച്ചെത്തിയ നിമിഷം അവന്റെ 2 നായ്ക്കളിൽ ഒന്ന് പെട്ടെന്ന് എന്തോ കണ്ടതോ കേട്ടതോ പോലെ പേടിച്ച് ഓടാൻ തുടങ്ങി. നായയുടെ കെട്ടഴിച്ചു പിടിക്കാൻ വ്ലാഡിമിറിന് അവസരം ലഭിച്ചില്ല. അതിനാൽ വീണ്ടും തന്റെ ഒരു നായ കാട്ടിലേക്ക് അപ്രത്യക്ഷമാകുന്നത് അവൻ കണ്ടു. ഇപ്പോൾ വ്ലാഡിമിർ ഈ 2ാമത്തെ നായയുടെ പിന്നാലെ ഓടിയില്ല. കാരണം അവിടെ ഈ സൈബീരിയൻ കടുവ ഉണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. മാത്രമല്ല അയാൾക്ക് സ്വയം അപകടത്തിലേക്ക് ഓടാൻ കഴിയില്ല. വീണ്ടും തന്റെ പ്രിയപ്പെട്ട നായ അപകടത്തിൽപ്പെടുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ അവന് ആയുള്ളൂ. അത് അവനെ ആകെ വേദനിപ്പിച്ചു. പക്ഷെ അപ്പോഴൊന്നും അയാൾക്ക് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം വ്ലാഡിമിർ ഈ ദിവസം മുഴുവൻ ഈ പ്രദേശത്തുള്ള ഓരോ ക്യാബിനിലേക്കും പോയി തന്റെ എല്ലാ അയൽക്കാരോടും തന്റെ നായ്ക്കളെ കണ്ടെത്താൻ സഹായിക്കാൻ തന്നോടൊപ്പം വരൂ എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അവൻ സംസാരിച്ച ഓരോ ആളുകളും ഇവാൻ പറഞ്ഞ അതേ കാരണങ്ങൾ തന്നെ പറഞ്ഞ് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഒടുവിൽ ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ വ്ലാഡിമിറും അവന്റെ ശേഷിക്കുന്ന ഒരു നായയും സഹായം തേടാനുള്ള ആ ശ്രമം ഉപേക്ഷിച്ചു. അവർ തിരിഞ്ഞ് അവരുടെ ക്യാബിനിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങി. വ്ലാഡിമിറും അവന്റെ നായയും ക്യാബിനിൽ എത്തുമ്പോഴേക്കും ഏകദേശം ഇരുണ്ടിരുന്നു. അവർ അവിടെ എത്തിയപ്പോൾ തനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് വ്ലാഡിമിറിന് മനസ്സിലായി. വ്ലാഡിമിറിന്റെ ക്യാബിന്റെ പുറത്തുണ്ടായിരുന്ന സിങ്ക് എന്തോ തകർത്തതുപോലെ തകർന്ന് കഷ്ണങ്ങളായി കിടക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവന്റെ തേനീച്ച വളർത്തൽ പെട്ടികളെല്ലാം തകർന്നിരുന്നു. അതിൽ എല്ലായിടത്തും പല്ലിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. രാവിലെ സഹായം തേടി പോകാൻ ശ്രമിച്ചപ്പോൾ ഈ 2 കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം സൈബീരിയൻ കടുവ തിരികെ വന്ന് ഈ നാശനഷ്ടം വരുത്തിയിരിക്കാമെന്നാണ്. മാത്രമല്ല അതിപ്പോഴും ഈ പ്രദേശത്ത് ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ട് വ്ലാഡിമിർ എത്രയും വേഗം ക്യാബിനിൽ കയറി ആ വാതിലടച്ച് പൂട്ടണം എന്ന് ചിന്തിച്ചു. വ്ലാഡിമിർ അവസാനത്തെ നായയെ പിടികൂടി വളരെ ശ്രദ്ധാപൂർവം തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളിലൂടെ നീങ്ങി തുടങ്ങി. അവൻ തന്റെ മുൻവാതിലിനടുത്തെത്തി. അവനത് തുറക്കാൻ പോകുമ്പോൾ അവൻ കാണാതായ നായ ഞരങ്ങുന്ന പോലെയുള്ള ശബ്ദം കേട്ടു. അവന്റെ ക്യാബിനുള്ളിൽ നിന്നാണ് ആ ശബ്ദം വന്നത്. ഒരു മടിയും കൂടാതെ വ്ലാഡിമിർ വാതിൽ മലർക്കെ തുറന്ന് അകത്തേക്ക് നോക്കി. ആദ്യം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ തലേ ദിവസം മുതൽ ഈ തകർന്ന ഫർണിച്ചറുകളുടെ കൂമ്പാരം അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. അതിനടിയിൽ നിന്നാണ് ഞരക്കം കേൾക്കുന്നതെന്ന് വ്ലാഡിമിറിന് തോന്നി. വ്ലാഡിമിർ അകത്തേക്ക് കയറി ഫർണിച്ചറുകൾ വഴിയിൽ നിന്ന് നീക്കാൻ തുടങ്ങി. അതിനിടയിൽ കാണാതായ തന്റെ നായ്ക്കളിൽ ഒന്നിനെ നന്നായി മുറിവേറ്റ നിലയിൽ ജീവനോടെ അവൻ കണ്ടെത്തി. എന്നാൽ ഇപ്പോഴും അത് ഞരങ്ങുന്നുണ്ടായിരുന്നു. വ്ലാഡിമിർ തന്റെ നായ്ക്കളിൽ ഒന്നിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ട് വളരെ സന്തോഷവാനായി അവൻ തന്റെ നായയെ പിടിച്ചു. എന്നാൽ വലിയൊരു അപകടം അവനെ കാത്തിരിക്കുന്നുണ്ടായി. നിർഭാഗ്യവശാൽ വ്ലാഡിമിറിന് ഇതൊരു കെണിയായിരുന്നു. ഇപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് ആർക്കും തന്നെ കൃത്യമായി പറയാൻ അറിയില്ല. എന്നാൽ ഈ സൈബീരിയൻ കടുവ യഥാർത്ഥത്തിൽ വ്ലാഡിമിറിനെ പിടിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ കെണി ഒരുക്കിയതെന്നാണ് പ്രധാന സിദ്ധാന്തം. ഈ കടുവ നായയെ മുറിവേൽപ്പിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ നായ ഞരങ്ങാൻ തുടങ്ങും. അത് വ്ലാഡിമിറിനെ ആകർഷിക്കും. ആ സമയത്ത് കടുവയ്ക്ക് കുതിക്കാൻ കഴിയും. 4 ദിവസത്തിനു ശേഷം യൂറിയുടെ നേതൃത്വത്തിൽ ആ സായുധ തിരച്ചിൽ സംഘം വ്ലാഡിമിറിന്റെ ക്യാബിനിലെത്തി. ക്യാബിൻ നശിപ്പിച്ചതായി അവർ കണ്ടെത്തി. എല്ലായിടത്തും ചോര പുരണ്ടിരുന്നു. അവർ അകത്തേക്ക് പോയി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വീണ്ടും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് യൂറിയുടെ നായ വൃത്താകൃതിയിൽ ഓടാൻ തുടങ്ങിയത്. കാക്കകൾ വായുവിലേക്ക് പറക്കുന്നതും കാട് മുഴുവൻ അലറുന്നതുപോലെ കാതടപ്പിക്കുന്ന അലർച്ചയും അവർ കേട്ടതും. അതായിരുന്നു സൈബീരിയൻ കടുവയുടെ ശബ്ദം. നിർഭാഗ്യവശാൽ യൂറി ട്രാഷ് ഒരു പരുക്കൻ ഔട്ട്ഡോഴ്സ്മാൻ ആയിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇൻസ്പെക്ഷൻ ടൈഗർ യൂണിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നിലെ ഒരു അംഗമായിരുന്നു. അത് അടിസ്ഥാനപരമായി കടുവ ആക്രമണങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സ്വാറ്റ് ടീം പോലെയാണ്. അവിശ്വസനീയമായ ഈ ഗർജനം കേട്ടപ്പോൾ
യൂറി നേരെ അവിടേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷേ യൂറിയും സംഘവും കാടിനുള്ളിലേക്ക് വെക്കുന്ന ഓരോ ചുവടിലും ഈ കടുവയിൽ നിന്നുള്ള അലർച്ചകൾ അവരിൽ നിന്ന് അകന്നുപോയി. എന്നാൽ അതേസമയം യൂറി നിലത്ത് ചെറിയ ആണിക്കഷ്ണങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനാൽ യൂറിയും സംഘവും ഈ അലർച്ച പിന്തുടരാൻ ശ്രമിക്കുന്നതിന് പകരം അവർ ഈ ആണിക്കഷ്ണങ്ങൾ പിന്തുടരാൻ തുടങ്ങി. ഒടുവിൽ അവരെ വനത്തിലെ ഒരു വലിയ തുറസായ സ്ഥലത്തേക്ക് അത് നയിച്ചു. അവിടെ മഞ്ഞിൽ വലിയ 2 ചുവന്ന വൃത്തങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ എന്താണുള്ളതെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ നിശബ്ദരായി. ഇടത് സർക്കിളിന്റെ മധ്യഭാഗത്ത് വ്ളാഡിമിറിന്റെ വസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരമുണ്ടായിരുന്നു. അവയ്ക്ക് താഴെ വ്ളാഡിമിറിന്റെ കഷ്ണങ്ങൾ മാത്രമായിരുന്നു. അവനെ വ്യത്യസ്ത കഷ്ണങ്ങളായി കീറിമുറിച്ച് ഈ വൃത്തത്തിനുള്ളിൽ കൂട്ടിയിട്ടിരുന്നു. വലതുവശത്തുള്ള മറ്റൊരു വൃത്തത്തിനുള്ളിൽ വ്ളാഡിമിറിന്റെ തലയായിരുന്നു. അതിലെ തൊലി പൂർണ്ണമായും ഉരിഞ്ഞിരുന്നു. ഇത് കണ്ട ശേഷം യൂറിയും മറ്റ് നിരവധി ആളുകളും ഈ സൈബീരിയൻ കടുവ വ്ളാഡിമിറിനെ ആക്രമിച്ചത് പ്രതികാരണത്തിന് മാത്രമാണെന്നും വ്ളാഡിമിർ തന്റെ പ്രദേശത്ത് അതിക്രമിച്ചു കയറുന്നതായി ഈ കടുവയ്ക്ക് തോന്നിയെന്നും അത് കൊലപ്പെടുത്തിയ പന്നിയെ വ്ളാഡിമിർ മോഷ്ടിച്ചുവെന്നുമുള്ള നിഗമനത്തിലെത്തി. തുടർന്ന് വ്ളാഡിമിർ കടുവയെ വെടിവെച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഇത് കടുവയെ കൂടുതൽ ഉത്തേജിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഒടുവിൽ കടുവ ഒരു കെണി വയ്ക്കുകയും വ്ളാഡിമിറിനെ പിടികൂടുകയും കഷ്ണങ്ങളാക്കുകയും തുടർന്ന് തിരച്ചിൽ സംഘത്തിന് കണ്ടെത്താൻ അവശേഷിപ്പിക്കുകയും ചെയ്തു. വ്ളാഡിമിർ മാർക്കോവിന്റെ മരണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ സോബോൾ നഗരം നിരാശയിലും ഭയത്തിലും മുങ്ങി. പ്രത്യേകിച്ച് ഇരുട്ടിന് ശേഷം ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. ആളുകൾ ടൈഗർ വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ജാഗ്രത പുലർത്തിയിരുന്നു. നഗരത്തിൽ ആന്ദ്രേ പോപ്ഷ്നിയ എന്ന പേരിൽ സോബോലോയിനിൽ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. കൂടുതൽ സമയവും അവൻ വീട്ടിലുണ്ടാവില്ല. തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഹണ്ടിങ്ങും കെണിവയ്ക്കലുമായി കഴിയുന്നത്ര സമയം ചെലവഴിക്കാനായിരുന്നു അവനിഷ്ടം. അവർക്ക് ആ ഇടം നന്നായി അറിയാമായിരുന്നു. പക്ഷേ മാർക്കോവിന്റെ മരണശേഷം കാട്ടിലേക്ക് ആൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് മാതാപിതാക്കൾ വിലക്കിയിരുന്നു. ആന്ദ്രേ അത് അനുസരിച്ചില്ല. അവന് അവന്റെ കുടുംബവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രഭാതത്തിൽ മാതാപിതാക്കളുമായി വഴക്കിട്ട ശേഷം അവൻ വീട് വിട്ടിറങ്ങി. അവൻ സ്ഥാപിച്ച ചില കെണികൾ പരിശോധിക്കാൻ ടൈഗയിലേക്ക് പോയി. വനനിയമം അനുസരിച്ച് തന്നോട് തെറ്റ് ചെയ്യാത്ത ആരെയും കടുവ ആക്രമിക്കില്ല. ആൻഡ്രേ ഈ കടുവയോട് ഒന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ കടുവയ്ക്ക് തന്നെ ആക്രമിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. ആന്ധ്രയ്ക്ക് രാത്രി ചെലവഴിക്കാൻ കഴിയുന്ന ഒരു ക്യാബിൻ കാട്ടിലുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ ഒരു ദിവസം മാത്രമേ പോകാൻ പദ്ധതി ഇട്ടിരുന്നുള്ളൂ. അങ്ങനെ അവൻ കാട് കയറി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ ആശങ്കകൾ വർദ്ധിച്ചു. ഡെന്നിസും കുടുംബവും പോപ്ഷ്നിയ കുടുംബ വീട്ടിലേക്ക് പോയി. അവന്റെ അമ്മ ആശങ്കാകുലയായിരുന്നു. പക്ഷേ അച്ഛൻ ഒരു നൈറ്റ് വാച്ച്മാൻ ആയിരുന്നു. തുടർന്ന് 4 ദിവസത്തിന് ശേഷം അവർ കുറച്ച് ആളുകളെ കൂട്ടി ആന്ധ്രയെ തിരയാൻ കാട്ടിലേക്ക് പോയി. അവിടെ ചില കാഴ്ചകൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആന്ധ്രയെ കൊണ്ടുവന്ന തോക്ക് ലോഡ് ചെയ്തിരുന്നെങ്കിലും പരിശോധനയിൽ അത് മിസ്ഫയർ ചെയ്തതായി മനസ്സിലായി. മഞ്ഞിൽ ഒരു മെത്ത കിടക്കുന്നുണ്ടായിരുന്നു. കിടക്കാനുള്ള ഒരു ചെറിയ താൽക്കാലിക നിർമ്മിതിയിൽ നിന്ന് കടുവ അത് വലിച്ച് പുറത്തിട്ടതായിരുന്നു. കടുവ അവന്റെ സാമീപ്യം മണത്താലോ ശബ്ദത്താലോ മനസ്സിലാക്കി. പതിയിരുന്ന് അവനെ ആക്രമിക്കാൻ കാത്തുനിന്നു. ഡിസംബർ 15 യൂറി ഈ വാർത്ത കേട്ടപ്പോൾ അത് അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. കാരണം മിക്കവാറും എല്ലാവരും അവനെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തി. അന്ന് തന്നെ കടുവയെ വേട്ടയാടേണ്ടതായിരുന്നെന്നും നിരപരാധിയായ ഒരു യുവാവ് മരിച്ചത് അവന്റെ തെറ്റാണെന്നും പറഞ്ഞു. മാർക്കോവിന്റെ ഭാര്യ പോലും അതെല്ലാം യൂറിഡ്രാഷിന്റെ തെറ്റാണെന്ന് അലറി വിളിച്ചു. തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ മാർക്കോവിനെ ആക്രമിച്ചത് ഒരു അമ്മക്കടുവയാണെന്ന് യൂറിഡ്രാഷ് ഇപ്പോഴും കരുതുന്നുണ്ട്. പ്രായോഗിക ബുദ്ധിയുള്ള ആളായിരുന്നു അദ്ദേഹം. ആദ്യത്തെ കടുവ ആക്രമണത്തെക്കുറിച്ച് കേട്ടയുടനെ കടുവയെ വെടിവെക്കാനുള്ള അനുമതിക്കായി അദ്ദേഹം മോസ്കോവിലേക്ക് ഫാക്സ് അയച്ചിരുന്നു. കടുവയെ കൊല്ലാൻ അദ്ദേഹം ശരിക്കും പദ്ധതിയിട്ടിരുന്നില്ല. എന്നാൽ കടുവയെ കൊല്ലാൻ അദ്ദേഹത്തിന് ഇതിനകം അധികാരമുണ്ടായിരുന്നു. 2 ട്രക്കുകൾ നിറയെ ആയുധധാരികളെ സോബോലിനിലേക്ക് പിൻവലിച്ചു. യൂറിഡ്രഷും മറ്റ് 6 പേരും ആക്രമണം നടന്ന സ്ഥലത്തേക്ക് പോയി. ഇത് ഒരേ കടുവ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ട്രാക്കുകൾ പരിശോധിക്കുകയും കടുവയുടെ കാലടയാളങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്ത ശേഷം അവർ നേരത്തെ കണ്ടെത്തിയ അതേ കടുവയാണ് അതെന്ന് സ്ഥിരീകരിച്ചു. കടുവയുടെ കൊലകളുടെ പട്ടികയിൽ അങ്ങനെ ഒരാളും കൂടിയായി. ബിക്കിൻസി നദിക്കും ടൈഗ വനത്തിനും ചുറ്റുമുള്ള വലിയ മരങ്ങളുടെ മറവ് കണക്കിലെടുത്താണ്
ചെലവേറിയതും പ്രത്യേകിച്ച് ഫലപ്രദമല്ലാത്തതുമായ ഹെലികോപ്റ്ററിൽ വേട്ടയാടുക എന്ന ആശയം വേഗത്തിൽ തള്ളിക്കളഞ്ഞു. സ്റ്റീൽ കേജ് കെണികളും ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഒരു കാര്യവുമില്ലായിരുന്നു. തെറ്റായ കടുവയെ പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ചു. അവസാനം അവർ 2 ടീമുകളായി പിരിയാൻ തീരുമാനിച്ചു. ഒരു ടീം കടുവയെ കാൽനടയായി പിന്തുടരും, മറ്റൊന്ന് മിലിറ്ററി ട്രക്കിൽ മുന്നോട്ടു പോവുകയും വഴിയിൽ കടുവയുടെ ഏതെങ്കിലും അടയാളങ്ങൾ നോക്കുകയും ചെയ്യും. രാത്രിയിൽ എല്ലാവരും ട്രക്കിൽ ഉറങ്ങി. ഇരുട്ടിൽ ഒരു കടുവയെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. വേട്ടയാടലിന്റെ ആദ്യ പ്രഭാതത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ട ആൻഡ്രയുടെ സുഹൃത്ത് ഡെന്നിസ് ഒരു കുതിരപ്പുറത്ത് ഷോട്ട് ഗണ്ണുമായി എത്തി. കാട്ടിലൂടെ മൃഗത്തെ ട്രാക്ക് ചെയ്യുകയെന്നത് മന്ദഗതിയിലായിരുന്നു. എന്നാൽ അവർക്ക് വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. ആൺകടുവ മാനിനെ പിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട വഴികൾ യൂറി കണ്ടെത്തി. പരിക്ക് കടുവയുടെ വേഗത കുറച്ചിട്ടുണ്ടാവാം, പക്ഷേ കടുവയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. വനത്തിലൂടെ നീങ്ങിയ യൂറിയും ജനറലും വേട്ടയാടുന്നവരെ കണ്ടെത്തുകയും ചെയ്തു. അവരോട് വീട്ടിലേക്ക് പോകാനും കടുവയെ കൈകാര്യം ചെയ്യുന്നതുവരെ അവിടെ നിൽക്കാനും ആജ്ഞാപിച്ചു. പക്ഷേ ആളുകൾ വിസമ്മതിച്ചു. ഇത് സാഹചര്യത്തിന് കൂടുതൽ സമ്മർദ്ദം നൽകി. അവർ മൃഗത്തെ ട്രാക്ക് ചെയ്യുന്നത് തുടർന്നു. ഏകദേശം 100 ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ വ്യാപിച്ചു. പ്രദേശത്ത് ചില കടുവകളുടെ ട്രാക്കുകൾ പോലും അവർ കണ്ടെത്തിയിരുന്നു. പക്ഷേ അവയൊന്നും ആൺകടുവയോളം വലുതല്ലെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. കടുവയെ പിന്തുടരുന്നത് തുടരവേ യൂറി ട്രാഷ് ഭയക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. കടുവ ദിശ മാറി ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്ത് എത്തി. തങ്ങൾക്ക് സെബോളിനെ കാണാനാകുമെന്നും 200 അല്ലെങ്കിൽ 300 മീറ്റർ അകലെയാണെന്നും യൂറി പറഞ്ഞു. കടുവയുടെ സഞ്ചാരം ഗ്രാമത്തിന് ചുറ്റുമുള്ള വനത്തിലേക്ക് പടിഞ്ഞാറോട്ട് നീങ്ങിയിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയതിനാൽ കടുവയെ കണ്ടെത്താനാകില്ല. രാത്രിയായ ഉടനെ ടീമിലെ ഒരാൾ എല്ലാവരെയും അകത്തേക്ക് കയറ്റി. അർദ്ധരാത്രിയിൽ ജനറേറ്റർ നിർത്തി. സോബോളൻ ഇരുട്ടിലാണ്ടു. നായ്ക്കളുടെ കുരയ്ക്കുന്ന ശബ്ദം മാത്രം കേട്ടു. രാത്രിയിൽ കടുവ ഒരു നായയെ കൊണ്ടുപോകുമെന്ന് യൂറി കരുതി. പിറ്റേന്ന് രാവിലെ അവർ മിലിറ്ററി ട്രക്കുമായി ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോയി. തലേ ദിവസം രാത്രി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് യൂറി അന്വേഷിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, കന്നുകാലികളുടെയോ നായയുടെയോ ഏറ്റവും പ്രധാനമായി മനുഷ്യരെയോ ഒന്നും അത് ഉപദ്രവിച്ചിരുന്നില്ല. കടുവയുടെ ട്രാക്കുകൾ വീണ്ടും കണ്ടെത്തിയപ്പോൾ കടുവ ഒരു കാരണവശാലും ഗ്രാമത്തിനടുത്തേക്ക് പോയിട്ടില്ലെന്ന് വ്യക്തമായി. എളുപ്പത്തിൽ ലഭ്യമായ എല്ലാ ഭക്ഷണവും ഉണ്ടായിട്ടും കാട്ടിലെ മറ്റൊരു ക്യാബിനിലേക്ക് കടുവ ബലമായി കയറിയതായി അവർ കണ്ടെത്തി. പക്ഷേ ഭാഗ്യവശാൽ കടുവ എത്തുമ്പോൾ ഉടമ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കടുവയെ പിന്തുടരാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂടുതൽ ദിവസങ്ങൾ കടന്നുപോയി. ഇടയ്ക്കിടെ റോഡരികിൽ സഞ്ചാരപാത കണ്ടെത്തി. അവ മറ്റൊരു കടുവയുടെ ട്രാക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞു. അവർ ഒരാഴ്ചയിലേറെയായി നരഭോജി കടുവയെ തിരയുകയായിരുന്നു. പക്ഷേ ഒടുവിൽ അവർ കൂടുതൽ ട്രാക്കുകൾ കണ്ടെത്തി. മിലിറ്ററി ട്രക്ക് ഇറക്കി. ട്രാക്കുകൾ പിന്തുടർന്ന് ഒരു ക്ലിയറിംഗിൽ എത്തി. അവിടെ ട്രാഷും അവന്റെ 2 ആളുകളും ഉണ്ടായിരുന്നു. അവന്റെ ആളുകളിൽ ഒരാളായ പിയോങ്ക കടുവയുടെ ട്രാക്കുകളിൽ ഒന്ന് പരിശോധിക്കാൻ കൈതാഴ്ത്തി. കടുവ അടുത്തുണ്ടെന്നും ഇത് ചൂടാണ് എന്നും പറഞ്ഞു. കടുവയുടെ എന്തെങ്കിലും അടയാളം തേടി അവർ കാടിന്റെ ഭാഗത്തേക്ക് നടന്നു. എന്നാൽ അവർ മരക്കൂട്ടത്തിൽ എത്തുന്നതിന് മുൻപ് ഇടിമുഴക്കം പോലെയുള്ള ഒരു മുഴക്കം അവർക്ക് ചുറ്റും പൊട്ടിത്തെറിച്ചു. കടുവയുടെ ഗർജനം വളരെ ഉച്ചത്തിലാകും. ശബ്ദം ഏത് ദിശയിൽ നിന്നാണ് വരുന്നതെന്ന് നിർണ്ണയിക്കാൻ പോലും കഴിയില്ല. എന്നിട്ടും എങ്ങനെയോ കടുവ അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യരുടെ വലത് ഭാഗത്ത് അത് മഞ്ഞിലൂടെയും താടിയെല്ലുകൾ അകത്തിയും നഖങ്ങൾ ഒതുക്കി വായുവിലൂടെ കുതിച്ച് യൂറിയുടെ നേർക്ക് ചാടി. അതുപോലെ തന്നെയായിരുന്നു അത് മാർക്കോവിനെയും ആൻഡ്രയെയും ആക്രമിച്ചത്. ദൈവകൃപയാൽ യൂറി ട്രാഷ് തനിച്ചായിരുന്നില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കടുവ യൂറിയുടെ നേരെ കുതിച്ചപ്പോൾ മറ്റ് 2 പേർ കടുവയുടെ നേരെ 11 തവണ വെടിയുതിർക്കുകയും യൂറി തന്നെ 2 തവണ വെടിയുതിർക്കുകയും ചെയ്തു. എങ്കിലും കടുവ ട്രാഷിനെ മാന്തിക്കീറാൻ ശ്രമിച്ചു. പക്ഷേ കടുവയിൽ നിന്നുള്ള മാരകമായ ഒരു പ്രഹരം അവന്റെ വോക്കി ടോക്കി നശിപ്പിച്ചു. അവന്റെ റൈഫിൾ കടുവയുടെ തൊണ്ടയിലൂടെ ഇറക്കിയതിനാൽ അവസാനമായി കഴുത്തിൽ പിടിക്കാൻ അതിന് കഴിഞ്ഞില്ല. കടുവ ചത്തുവെന്ന് ഉറപ്പാക്കാൻ മറ്റുള്ളവരിൽ ഒരാൾ ഒരു വെടിയുതിർക്കുന്നതിനിടയിൽ യൂറി എഴുന്നേറ്റു. നരഭോജിയായ കടുവ ചത്തിരുന്നു. ട്രാഷിന് കൈക്കും മുതുകിലും തുടയിലും മുറിവുകൾ ഉണ്ടായിരുന്നു. അവ ആഴത്തിലുള്ളതായിരുന്നു. ഒരു ക്യാനിൽ നിന്ന് മുറിച്ച ലോഹക്കഷ്ണങ്ങൾ ഉപയോഗിച്ച്
അവർ അവനെ ഒരുമിച്ച് സ്റ്റേപ്പിൾ ചെയ്യുകയും മുറിവ് വോഡ്ക ഉപയോഗിച്ച് അണുവിമുക്തമാക്കുകയും ചെയ്തു. ട്രാഷ് ജനറലിനെ വിവരമറിയിച്ചു. കടുവയെ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ജനറൽ അവനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കടുവ ശരിക്കും ചത്തെന്ന് ആളുകൾക്ക് കാണാൻ കഴിയും. കടുവയെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. ആളുകൾക്ക് കടുവയെ കാണാനായി മിലിറ്ററി ട്രക്കിന്റെ പിൻവാതിൽ തുറന്നു. ചിലർ ശവത്തിൽ ചവിട്ടുകയും തുപ്പുകയും ചെയ്തു. മറ്റു ചിലർ മൃതദേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ആൻഡ്രയുടെ സഹോദരിയും അമ്മയും ഉൾപ്പെടെ നിരവധി ഗ്രാമീണർക്ക് കടുവയെ കാണാൻ അവസരം ലഭിച്ചതിനു ശേഷം ജനറൽ യൂറിയെ മാറ്റി നിർത്തി കടുവയെ കൊണ്ടുപോകാനുള്ള സമയമായെന്ന് പറഞ്ഞു. അവർ കാട്ടിലേക്ക് വാഹനം ഓടിച്ച് ആ വലിയ പൂച്ചയുടെ തൊലി ഉരിയാൻ തുടങ്ങി. അവർ തീ കൂട്ടി. അത് തെറ്റായ കൈകളിലേക്കും കരിഞ്ചന്തയിലേക്കും എത്താതിരിക്കാൻ ജനറൽ കടുവയുടെ തൊലികൾ കത്തിച്ചു. ആളുകൾ കടുവയുടെ തൊലി കീറി മുറിച്ച് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം തിരിച്ചറിഞ്ഞതിലും കൂടുതൽ മുറിവുകൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇടതു കാലിന്റെ മുൻവശത്ത് മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും ബാക്ക് ഷോട്ട് ഉപയോഗിച്ച് വലത് കാലിൽ 2 തവണ വെടിയേറ്റു. ഇപ്പോൾ ട്രാഷിന്റെ ആളുകൾ കടുവയ്ക്ക് നേരെ തൊടുത്ത എല്ലാ വെടിയുണ്ടകളും കടന്നുപോയിരുന്നു. അതിന്റെ ശരീരത്ത് അത് എല്ലാം ഉണ്ടായിരുന്നു. യൂറിയുടെ ബുള്ളറ്റുകളിൽ 1 മാത്രമേ ഇപ്പോഴും മൃഗത്തിൽ പതിച്ചിരുന്നു. പക്ഷേ കടുവയിൽ നിന്ന് മറ്റ് 1ലധികം ബുള്ളറ്റുകൾ അവർ കണ്ടെത്തി. അതിന്റെ വാലിന്റെ അറ്റവും കാണാതായിരുന്നു. ഒരുപക്ഷെ വെടിയേറ്റ് തെറിച്ചു പോയതായിരിക്കാം. ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും വേട്ടയാടലും അർത്ഥമാക്കുന്നത് അമൂർ കടുവകളുടെ എണ്ണം കുറവാണെങ്കിലും സംരക്ഷണ ശ്രമങ്ങളിലൂടെ ഇവയ്ക്ക് വരും വർഷങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോൺ വയലന്റിന്റെ പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ കഥയുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ആക്രമണങ്ങളുടെ ഏറ്റവും സമഗ്രമായ വിവരണമായിരിക്കാം അത്. മാത്രമല്ല പ്രദേശത്തിന്റെ ചരിത്രത്തിലേക്ക് ആഴത്തിൽ പോവുകയും അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനോടകം കടുവയ്ക്ക് യഥാർത്ഥത്തിൽ മറ്റൊരു വേട്ടക്കാരനെയെങ്കിലും കൊല്ലാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ വ്ളാഡിമിറിനെയും അത് കൊന്നു. അടിസ്ഥാനപരമായി മറ്റു വേട്ടക്കാർക്ക് ഇവിടെ വരരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ ആ കടുവ മരിച്ചു. എന്നാൽ ശരിക്കും ആക്രമണങ്ങൾ അവസാനിച്ചു. യൂറി അങ്ങനെയാണ് കരുതിയത്. എന്നാൽ മറ്റു കടുവകൾ അവയുടെ പ്രതികാരം ഇനിയും തുടരുക തന്നെ ചെയ്യും. അവയിൽ ഒന്നിന്റെ സഞ്ചാരപാത യൂറിയെ പിന്തുടരുന്നതായി നാട്ടുകാരിൽ ചിലർ അറിയിക്കുകയും ചെയ്തിരുന്നു. ശരിക്കും കടുവകൾ പ്രതികാരം ചെയ്യും. എന്തുകൊണ്ടാവാം അവ ഗ്രാമത്തിലേക്ക് കയറി നാട്ടുകാരെ ആക്രമിക്കാഞ്ഞത്? തന്റെ ഇടങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുന്നവരോട് അവ അതിരൂക്ഷമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഒന്നിനും ഉത്തരമില്ല. എന്തു തന്നെ ആയാലും ഈ പ്രതികാര കഥ അവിടെ അവസാനിക്കുന്നില്ല. കാട്ടിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എതിർത്തുകൊണ്ട് സൈബീരിയൻ കടുവകൾ എല്ലായ്പ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. മിഡ്നൈറ്റ് ഓട്ടോപ്സിസിന്റെ ഇന്നത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.